നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. കോടാലി സ്കൂളിൽ സീലിംഗ് തകർന്നത് പുനർനിർമ്മിക്കും. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. KK രാമചന്ദ്രൻ MLA. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അസഭ്യം പറഞ്ഞത് വിലക്കി അംഗപരിമിതനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കൊടകര പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പുലർച്ചെയാണ് പൂർണ്ണമായി നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. രാത്രിയിലായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023 കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിൻ്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTAയും വിദ്യാലയ സൗഹൃദ സമിതിയും അധികൃതരെ വിവരം അറിയിക്കുകയും കോസ്റ്റ് ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് സംശയിക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ തകർന്നു വീണ ജിപ്സം സീലിംഗ് പുനർനിർമ്മിച്ചു നൽകാമെന്ന് കോസ്റ്റ് ഫോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി KK രാമചന്ദ്രൻ MLA പറഞ്ഞു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചതിന് ശേഷമാണ് അറിയിച്ചത്. സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിലുണ്ടായ നിർമ്മാണ അപാകത പരിശോധിക്കുമെന്നും വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയണതും ഉണ്ടാവണതും അല്ല. ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. അങ്ങനെ പെട്ടെന്നാണ് ഈ സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരും അവരവിടെ കൂടി ഉണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കോടാലി സർക്കാർ LP സ്കൂളിൽ കെട്ടിടത്തിന്റെ ഹാളിലെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. അസംബ്ലി കൂടുന്ന ഹാളിലെ സീലിംഗാണ് തകർന്നു വീണത്. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു.
കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. വികസന ഫണ്ടിൽ നിന്നും 54 ലക്ഷം രൂപ മുടക്കി കോടാലി LP സ്കൂളിൽ പണിത ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് പരിപൂർണമായും ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. കോസ്റ്റ്ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് CPMന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി LP സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാണുന്ന അപാകത. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറിയും കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ TG അജോയുടെയും ഏകലവ്യ കലാകായിക സമിതി രക്ഷാധികാരിയും കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരിയുടെയും നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ വിവിധയിടങ്ങളിലുള്ള ഗതാഗത തടസ്സവും റോഡിൻ്റെ ശോചനീയാവസ്ഥയും മറ്റും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ഏകലവ്യ കലാകായിക സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് അനൂപ് P. നായർ ആണ് ഹാജരായത്. ഹൈക്കോടതി വിധിയെ ഏകലവ്യ കലാകായിക സമിതി സ്വാഗതം ചെയ്തു. ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തണമെന്നാണ് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെടുന്നത്. ടോൾ താൽക്കാലികമായി നിർത്തിവെച്ചതിൽ ഹൈക്കോടതി വിധിയെ ഏകലവ്യ കലാകായിക സമിതി സ്വാഗതം ചെയ്യുകയാണ്. എന്നേക്കുമായി ടോൾ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് കോടതി 4 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ ടോൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ അന്യായമായ ടോൾ പിരിവിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. താൽക്കാലികമായെങ്കിലും ഒരു അനുകൂലമായ വിധി ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. നാഷണൽ ഹൈവേയിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് സമയലാഭവും സുരക്ഷിതത്വവും ഉണ്ടാകുമ്പോഴാണ് ടോൾ പ്ലാസയിൽ പൈസ കൊടുക്കാൻ യാത്രക്കാർ തയ്യാറാവുന്നത്. ഇക്കാലത്ത് ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ടും ടോൾ പ്ലാസയുടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടും സമയലാഭവും സുരക്ഷിതത്വവും ലഭിക്കുന്നില്ല യാത്രക്കാർക്ക്. ഈ കോടതി വിധി താൽക്കാലികമായെങ്കിലും ഏകലവ്യ കലാകായിക സമിതി ഇതിനെ അംഗീകരിക്കുകയാണ്. കാരണം നിഷേധാത്മകമായ നിലപാടാണ് ടോൾ പ്ലാസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത്. അങ്കണവാടി പ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കുക, സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധധർണ നടത്തി. കൊടകര മറ്റത്തൂർ വരന്തരപ്പള്ളി അങ്കണവാടി പ്രവർത്തകർ പ്രോജക്റ്റ് ഓഫീസായ കൊടകര പ്രോജക്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ബിന്ദു ഷാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം UG വാസന്തി, CITU കോർഡിനേഷൻ കൊടകര പഞ്ചായത്ത് കൺവീനർ MK മോഹനൻ, സെക്രട്ടറി ഷീബ, രമ്യ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊടകര അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അങ്കണവാടി പ്രവർത്തകരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന പരിപാടി വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സുതാര്യമാക്കണം എന്നാണ് ഒരു മുദ്രാവാക്യമായി ഈ പ്രക്ഷോഭത്തിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 9 ലക്ഷം രൂപ ചെലവിൽ നെല്ലായി സെൻട്രൽ പണികഴിപ്പിച്ച വഴിയിടം വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ KK രാജൻ, നന്ദിനി സതീശൻ, പഞ്ചായത്ത് സെക്രട്ടറി നിധിൻ CN എന്നിവർ സംസാരിച്ചു. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീപിടിച്ചു. വലിയ ദുരന്തം ഒഴിവായി. പുത്തൻചിറ മങ്കടി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന PCK പെട്രോളിയം പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന സുഹൈൽ എന്ന സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. പൂർണ്ണമായും ബസ് കത്തിനശിച്ചു. ബസ്സിനോട് ചേർന്നുള്ള ഓഫീസ് മുറിക്കും ചെറിയ തോതിൽ തീ പടർന്നെങ്കിലും
പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കാണ് സംഭവം. തീപിടുത്തം ആദ്യം കണ്ടത് പിണ്ടാണി സ്വദേശി ജിതിൻ എന്ന ഇരുചക്രവാഹന യാത്രക്കാരനാണ്. സംഭവ സമയത്ത് മൊത്തം 6 ബസ്സുകളാണ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത്. മാളയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ആളപായം ഉണ്ടായിട്ടില്ല. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിലെ 2007 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ചെസ് പരിശീലനം ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബി കാഞ്ഞിലശ്ശേരി വിദ്യാർത്ഥി പ്രതിനിധിയുമായി ചെസ് കരുക്കൾ നീക്കിക്കൊണ്ട് ചെസ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ചെസ് പരിശീലകരായിട്ടുള്ള വിപിൻ വിജയൻ, പ്രസാദ് സുബ്രഹ്മണ്യൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പ്രധാന അധ്യാപിക റൈനി ML സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് പ്രതിനിധി ഏഞ്ചൽ വർഗീസ് നന്ദി പറഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. അസഭ്യം പറഞ്ഞത് വിലക്കിയ അംഗപരിമിതനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കൊടകര പോലീസ് പിടികൂടി. കനകമല വെട്ടുകടവിൽ താമസിക്കുന്ന ചാലക്കുടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ അമീർ ഫൈസൽ 27 വയസ്സ് എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 27-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. 6 മണിയോടെ വട്ടേക്കാട് ഷാപ്പിൽ നിന്ന് ഉച്ചത്തിൽ അസഭ്യം പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിവന്ന പ്രതിയോട് ഇവിടെ ഫാമിലികൾ താമസിക്കുന്നതാണ്, ഇവിടെ അസഭ്യം പറയരുത് എന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ അംഗപരിമിതനായ കൊടകര വട്ടേക്കാട് സ്വദേശി ഒരുപ്പാക്ക വീട്ടിൽ 67 വയസ്സുള്ള മോഹനൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ സുരേഷ് EA, ASIമാരായ ഗോകുലൻ, KC ആഷ്ലിൻ ജോൺ, GS CPO സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9350 രൂപ, പവന് 75,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. കോടാലി സ്കൂളിൽ സീലിംഗ് തകർന്നത് പുനർനിർമ്മിക്കും. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. KK രാമചന്ദ്രൻ MLA. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അസഭ്യം പറഞ്ഞത് വിലക്കിയ അംഗപരിമിതനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കൊടകര പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.